ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ അടുത്ത നീക്കം അറിഞ്ഞായിരുന്നോ? മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചു. പുലർച്ചെ 3 മണിയോടെ മഴ പെയ്തപ്പോഴാണ് പോലീസ് ഇടപെട്ടത്. ഹരീഷ് ചേർന്നു. ഹരികൃഷ്ണ, സാധാരണ നമ്മൾ ഈ ഒരു നായ്ക്കുട്ടിയെ പോലും മഴ നനയുന്നതായി കണ്ടാൽ നമ്മൾ അതിന് ഒരു മേൽക്കൂര ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്യുക. മഴ നനയാതിരിക്കട്ടെ, അതിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുകയോ അതിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു മേൽക്കൂര ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യലൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇതിപ്പം മനുഷ്യന്റെ കാര്യത്തിൽ അത്ര പോലും ഒരു പരിഗണന ഉണ്ടാവുന്നില്ലല്ലോ ഹരി. അതെ, ഇതിപ്പോ ആശാവർക്കർമാരുടെ അതിജീവന സമരമാണ്. നമുക്കറിയാം, ഇന്നലെ നഗരത്തിൽ മഴയുണ്ടായിരുന്നു. പുലർച്ചെയായപ്പോൾ മഴ കാര്യമായി പെയ്തു. ആ സമയത്താണ് ഈ ഭാഗത്ത് ഈ കിടക്കുന്ന നീല കളറിലുള്ള ടാർപോളിനാണ് ആശാവർക്കർമാർ ഇവിടെ അവർക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടി പുലർച്ചെ അവർ കിടന്നുറങ്ങുന്ന സമയം മഴ പെയ്തു. അപ്പോൾ ആ സെക്രട്ടേറിയറ്റിൻ്റെ ഈ മതിലിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ആ കറുത്ത നിറത്തിലുള്ള ആ കമ്പിയില്ലേ, അതിൽ നിന്ന് വള്ളി ഉപയോഗിച്ച് കെട്ടി ടാർപോളിൻ ഇങ്ങോട്ട് മറച്ചിടുകയാണ് ചെയ്തത്. അതായത് അവരുടെ ദേഹത്ത് മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. അതിനുശേഷം അവർ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്താണ് പോലീസുകാർ ഇവിടെ എത്തി ഈ ടാർപോളിൻ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റണം, മഴ പെയ്യുകയാണെങ്കിൽ കുട പിടിച്ചിരുന്നോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ആശാ വർക്കർമാരെല്ലാവരും ഇപ്പം നമുക്കൊപ്പം ഉണ്ട്. ഇന്നലെ പോലീസ് വന്ന് എന്താ പറഞ്ഞത്, എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചെറിയ മഴ ആരംഭിച്ചിരുന്നു. അപ്പം ഞങ്ങൾ ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ സംഘടിപ്പിച്ച് വെച്ചിരുന്നു. ഒരു 15ഓളം പേര് ഇവിടെ കിടക്കുമായിരുന്നു. പക്ഷേ 2 മണിയോടുകൂടി നല്ല മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഈ കമ്പിയിൽ, ആ ഗ്രില്ലിലല്ല, വെളിയിൽ കാണുന്ന ഈ കമ്പിയിൽ കെട്ടി ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വലിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് പോലീസ് വന്ന് അത് നിർബന്ധമായി വഴിച്ചു മാറ്റണമെന്നും നിങ്ങളത് കെട്ടാൻ പറ്റില്ലെന്നും നിങ്ങൾ കുട പിടിച്ചിരുന്നോളാൻ പറയുകയാണ് ചെയ്തത്. വലിയ മഴയായിരുന്നു. പിന്നെ ആർക്കും ഉറങ്ങാൻ പറ്റില്ലെന്നറിയാം. ഞങ്ങൾ നിലത്താണ് കിടക്കുന്നത്. നമ്മൾ ധാരാളം സമരങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും അതൊക്കെ ചോദിച്ചു. ഇവിടെ കെട്ടാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ആദ്യ ദിവസം വന്നപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല പ്രശ്നമാണത്. നമ്മൾ കാരണം ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ ഭാഗത്ത് മാത്രം രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ മഴയത്ത് പോലും നിങ്ങളിവിടെ ഇരിക്കാതെ പോകണം എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. ഞങ്ങൾ നാളെ അതിശക്തമായ പ്രതിഷേധമാണ്. കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും തിരുവനന്തപുരത്തേക്ക് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വരികയാണ്. കാരണം ഈ സമരത്തെ അങ്ങനെ തകർക്കാൻ കഴിയില്ല. പെരുമഴയും കൊടും വെയിലും പ്രളയവും ഉരുൾപൊട്ടലും എല്ലാം അതിജീവിച്ച ആളുകളാണ് ഈ ആശാവർക്കർമാർ. ഇതുവരെ അനുകൂല സമീപനമൊന്നും വന്നിട്ടില്ല. ഒരു സമീപനവും വന്നിട്ടില്ല. പക്ഷേ പൊതുസമൂഹം കേരളം മുഴുവൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹം പല ആളുകളും പറയുന്നു, രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, നിങ്ങളിവിടെ മഴയത്താണല്ലോ എന്നോർത്ത് ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് സാധാരണ മനുഷ്യർ വന്ന് പോവാണ്. ആ ഒരു സമീപനം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. അതാണ്, അതായത് ഈ സമരത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നവർ പറയുന്നു. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത്, പിന്നെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളത്, ഈ ആവശ്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു. സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ശരി ഹരി.